ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഫിയാസ് വേൾഡ്. ഇന്നൊരു ഈസി ഡേറ്റ്സ് കേക്ക് റെസിപ്പിയാണ്. ഇത് ഗോതമ്പ് പൊടിയും ഈത്തപ്പഴമൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടത് 15 ഈത്തപ്പഴം കുരു കളഞ്ഞത്, അതിലേക്ക് 1 കപ്പ് പാല് ചേർത്തിട്ട് കുതിർത്തി വെക്കുക. ഈത്തപ്പഴം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മിക്സിയിൽ അരക്കുമ്പോൾ പീസായിട്ടുണ്ടാവും. ഈത്തപ്പഴവും പാലും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിക്കുക. ഒരു 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇതിലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഞാൻ എടുത്ത ഡേറ്റ്സ് അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് 1/4 കപ്പ് വരെ പഞ്ചസാര ചേർക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് ആട്ടപ്പൊടി ചേർക്കുക, ഗോതമ്പ് പൊടി ചേർക്കുക, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ഇനി ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിൽ ചേർക്കുക. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇത് കട്ട കെട്ടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബാറ്റർ നല്ല തിക്കാവും, പാലും വെള്ളമൊന്നും ചേർക്കരുത്. ഇനി 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുക. കൊക്കോ പൗഡർ ചേർക്കണമെന്ന് നിർബന്ധമല്ല. എല്ലാവർക്കും ഈ ഗോതമ്പിൻ്റെ പൊടി ടേസ്റ്റ് അത്ര ഇഷ്ടമാണെന്നില്ല. അങ്ങനെ ആണെങ്കിൽ ഇത് ചേർക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇനി വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെയാണ് ഉള്ളത്. ഇതിന് 2 ടീസ്പൂൺ മാറ്റി വെക്കുക. ഞാനൊരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് ഗോതമ്പിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കേക്കിൻ്റെ മിക്സിക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ചേർക്കണ നട്ട്സൊന്നും താഴെ പോയിട്ട് കിടക്കൂല. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചേർത്തിട്ടില്ലെങ്കിൽ എല്ലാം താഴെ അങ്ങനെ കിടക്കും. ഇനി ഒരു നുള്ളു ഉപ്പാണ് ചേർക്കേണ്ടത്. ഉപ്പ് ഗോതമ്പ് പൊടിയുടെ കൂടെയാണ് ചേർക്കേണ്ടത്. ഞാൻ മറന്നു പോയതാണ് ചേർക്കാൻ വേണ്ടിയിട്ട്. കേക്ക് മിക്സ് നല്ല കട്ടി ഉണ്ടാവും. പാലൊന്നും ചേർക്കരുത്. പാലൊക്കെ ചേർത്താൽ പിന്നെ അത് വേവ് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ പാടാവും. പിന്നെ വെന്താലും ഒരു ഒട്ടണ പോലെ ഉണ്ടാവും കഴിക്കുമ്പോൾ. ഇനി കേക്ക് ടിന്നിൽ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കേക്ക് ടിന്നിൽ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ചിരിക്കുകയാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. ഇനി ഈ കേക്ക് ടിൻ്റെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്യണത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടും. കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഉപ്പ് ഇട്ടിട്ട് കുക്കർ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കണം. ഇനി കുക്കർ നന്നായിട്ട് ചൂടാവണം, ഒരു 10 മിനിറ്റ്. ഇനി കുക്കർ ചൂടായാൽ ഇതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കുക. അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതിനൊക്കെ പഴയ കുക്കർ യൂസ് ചെയ്താൽ മതിയേ, അല്ലെങ്കിൽ കേടായി പോകും കുക്കർ. കളറൊക്കെ മാറി വരും കുക്കറിൻ്റെ ഉപ്പിട്ടിട്ട് ചെയ്യണോണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് കൊടുക്കുക.
ഇനി തീ കുറച്ചിട്ട് 30 മിനിറ്റ് വേവിച്ചെടുക്കുക. എനിക്ക് 30 മിനിറ്റാണ് എടുത്തത്. നമ്മുടെ ബർണറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും കേക്കിൻ്റെ വേവെല്ലാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാകുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇനി 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ടൈം വെക്കുക. ഇനി ഒരു സ്ട്രൂവർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ, കേക്ക് വെന്തുണ്ടെങ്കിൽ സ്റ്റിക്ക് ക്ലീൻ ആയിട്ടുണ്ടാവും. കേക്ക് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റുക. ചൂടാറിയതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.